രാത്രിയെ പകലാക്കി കലയെന്ന ശക്തിയെ ജീവിതമാർഗമാക്കിയവർ. നാടകം, നൃത്തനാടകം, ഗാനമേള, നാടൻപാട്ട്, മിമിക്സ്, കഥാപ്രസംഗം, കാക്കാരശ്ശി നാടകം, ചവിട്ടുനാടകം, ചെണ്ടമേളം, കാവടി തുടങ്ങി വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകം കലാകാരന്മാർ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഒപ്പം ഇവർക്കൊപ്പം പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെ അനേകം പിന്നണി കലാകാരന്മാരുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടം ഓടുന്ന ഇവർ അവരുടെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി അരങ്ങിൽ തങ്ങളുടേതായ കലാപ്രകടനങ്ങളിലൂടെ കാണികളെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് ഉറക്കമൊഴിച്ച് പായുമ്പോൾ അവരുടെ മനസ്സിൽ കലയും ഒപ്പം സ്വന്തം കുടുംബവുമാണുള്ളത്. ഇന്ന് തിരുവനന്തപുരത്താണെങ്കിൽ നാളെ കണ്ണൂരോ കാസർഗോഡോ ആയിരിക്കും ഇവരുടെ അവതരണമുള്ള സ്റ്റേജ്. ഇങ്ങനെ ഓടിത്തളർന്ന് അവർക്ക് കിട്ടുന്നതോ തുച്ഛമായ ശമ്പളമാണ്. കൂടാതെ വിശ്രമം പോലും ഇല്ലാതെ ഓടിത്തളർന്ന് പ്രോഗ്രാം സ്ഥലത്തെത്താൻ അല്പം വൈകിയ സംഘാടകരുടെ തെറിവിളി അഭിഷേകമായി. എന്തൊക്കെ കേൾക്കണം ഒരു കലാകാരൻ. രാത്രിയെ പകലാക്കി നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് കട്ട പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കണം. രാത്രി യാത്ര ചെയ്യുന്ന ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് കേരള ഗവൺമെന്റ് ഇൻഷൂറോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു നേരത്തെ അന്നത്തിനായി രാവും പകലും കഷ്ടപ്പെടുന്ന കലാകാരന്മാരെ, നിങ്ങൾക്ക് ആശംസകൾ, അതിലുപരി അഭിനന്ദനങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഞങ്ങളുടെ പണി എന്താ മോശമാണോ? ഞങ്ങളും രാവിലെ പണിക്ക് പോകുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പണിക്ക്. എങ്കിലും സ്ഥിരമായൊരു ജോലിയില്ലേ സുഹൃത്തെ നിങ്ങൾക്ക്? പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് എപ്പോഴെങ്കിലും ഒരു വർക്ക് കിട്ടിയാലായി. ആ വർക്ക് കൊണ്ട് പോകണം ഞങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം. അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ ഞങ്ങളുടെ കാര്യവും കഷ്ടത്തിലാണ് മാഷേ.